ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് എങ്ങനെയുള്ള സാഹചര്യങ്ങളിലാണ് നമ്മൾ റീവയറിങ് അതുപോലെ തന്നെ മൊത്തം വയർ പൊളിച്ച് കളഞ്ഞതിന് ശേഷം നമുക്ക് റീവയറിങ് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരുന്നത് ഏതൊക്കെ സാഹചര്യങ്ങളിലാണെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. നിങ്ങൾ കാണുന്ന പോലെ തന്നെ നമുക്ക് ഈ ഏരിയയിൽ കുറച്ച് എക്സ്റ്റൻഡ് വർക്ക് വരുന്നുണ്ട്. അതായത് നമ്മൾ സാധാരണ രീതിയിൽ നിന്നും കുറച്ചുകൂടി പണ്ട് ചെയ്തിരിക്കുന്ന രീതിയിൽ നിന്ന് കുറച്ചുകൂടി എക്സ്റ്റെൻഡ് ചെയ്ത് വർക്ക് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ കാണുന്ന ഈ പൈപ്പുകളെല്ലാം പൊട്ടി പോയിരിക്കുന്നു. അതായത് നമ്മുടെ കൺസീൽ ചെയ്ത് വയറിങ് കാര്യങ്ങളെല്ലാം പോയിരിക്കുന്നു. പിന്നെ അതുപോലെ തന്നെ ഇവിടേക്ക് എക്സ്ട്രാ പോയിൻറ്റുകൾ സിയുടെ കാര്യങ്ങളൊക്കെ എക്സ്ട്രാ വയറുകൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ എക്സ്ട്രാ നമുക്ക് ഒരു ചെറിയൊരു ഏരിയയിൽ ഒരു റൂമായിട്ട് എടുത്തിരിക്കുന്നു. അപ്പോൾ മാത്രമല്ല നമുക്കവിടെ സിയുടെ പോയിൻറ്റ് വരുന്നു, മാസ്റ്ററിൻ്റെ കണക്ഷൻ വരുന്നു, ഇൻവെർട്ടറിൻ്റെ കണക്ഷൻ വരുന്നു. ഇങ്ങനെ എല്ലാ കാര്യങ്ങളും അവിടെ വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ ഏരിയയിൽ വരുന്ന മെറ്റൽ ബോക്സ് അല്ല നമ്മൾ പണ്ട് ചെയ്തിരുന്ന തേക്കിൻ്റെയൊക്കെ വരുന്ന മരത്തിൻ്റെ ബോക്സുകളാണ് ചെയ്തിരിക്കുന്നത്. വലിയ പ്രശ്നം കാര്യങ്ങളൊന്നും തന്നെ ഇല്ലെങ്കിലും നമുക്ക് ഈ ഏരിയയിൽ നിന്ന്, അതായത് ഈ പൈപ്പുകളിൽ നിന്ന് ഒരു വയറ് പോലും നമുക്ക് അനക്കാൻ കഴിയാത്തൊരവസ്ഥ. അതായത് കംപ്ലീറ്റ് ടൈറ്റായിട്ടാണ് ഇരിക്കുന്നത്. അതായത് ചെതൽ കാര്യങ്ങളൊക്കെ ഇറങ്ങി നന്നായിട്ട് പൈപ്പുകളെല്ലാം ടൈറ്റായിട്ടാണ് ഇരിക്കുന്നത്. പിന്നെ അത് കൂടാതെ തന്നെ ഈ ഏരിയയിൽ നിന്ന് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് കുറച്ച് ഏരിയ എടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടേക്ക് നമ്മൾ എക്സ്ട്രാ വർക്ക് കാര്യങ്ങൾ, പിന്നെ അതുപോലെ തന്നെ തൊട്ടപ്പുറത്ത് റൂം വരുന്നുണ്ട്. ആ റൂമിലേക്ക് അതുപോലെ തന്നെ പവർ പ്ലഗ് കാര്യങ്ങളെല്ലാം തന്നെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ പഴയ പൈപ്പിലൂടെ എന്തായാലും നമുക്ക് വലിച്ചെടുക്കാൻ പറ്റാത്തൊരവസ്ഥ വരുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ആ പൈപ്പുകളെല്ലാം കളഞ്ഞതിന് ശേഷം റീവയറിങ് നമുക്ക് വളരെ അത്യാവശ്യമായിരിക്കും. ഇനി ഇതിൽ നിന്ന് ഉപയോഗിക്കാവുന്ന വയറുകൾ നമ്മൾ നോക്കിയെടുത്തിട്ട് വേണം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ചെതൽ കാര്യങ്ങളൊക്കെ പൈപ്പിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വയറ് ചെതൽ തിന്നിട്ടുണ്ടാവും. അപ്പോൾ എന്ത് സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വയറ് ചെതൽ നിന്നുകൊണ്ട് അത് നമ്മൾ ഉപയോഗിച്ചാൽ വീണ്ടും ട്രിപ്പിങ് കാര്യങ്ങളൊക്കെ ഉറപ്പായിട്ടും നടക്കും. അതുമാത്രമല്ല, ഇപ്പോൾ ഈ വെള്ളം ഇറങ്ങിയ അവസ്ഥയിലാണ് വീടെങ്കിൽ ചില ഏരിയകളിൽ നമുക്ക് കണ്ടറിയാൻ പറ്റും. സെൻസൈഡിൻ്റെ ഏരിയയിൽ നിന്നും ആ ഏരിയയിൽ ഇവിടെ വെള്ളം ഇറങ്ങിയിട്ട് പൈപ്പിൻ്റെ ഉള്ളിലൊക്കെ അത്യാവശ്യം നനവ് കാര്യങ്ങളൊക്കെ വന്നതിന് ശേഷം ചെതലരിച്ച് പോകുന്നൊരവസ്ഥ. പിന്നെ ട്രിപ്പിങ്, ഹൈ ലെവലിൽ ട്രിപ്പിങ്, ഒരു ELCB എപ്പോഴും ട്രിപ്പായിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ. ഈ അവസ്ഥയിലൊക്കെ വരുന്ന സമയത്ത് പിന്നെ അത് കൂടാതെ തന്നെ നമുക്ക് എക്സ്ട്രാ ഒരു റൂം കാര്യങ്ങളൊക്കെ എടുക്കുന്ന സമയത്താണെങ്കിലും വയറ് വലിച്ചാൽ നമുക്ക് കിട്ടുന്നില്ലെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് റീവയറിങ് ചിന്തിക്കേണ്ട അത്യാവശ്യമാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത് തന്നെ റൂമുകൾ കാര്യങ്ങൾ എടുക്കുന്ന സമയത്ത് മാക്സിമം കംപ്ലൈൻറ്റ് ഇല്ലാതിരിക്കുന്നതിനും ഇത് ചെയ്യാതെ, അതായത് ഉള്ള സർക്യൂട്ടിൽ നിന്ന് സെപ്പറേറ്റ് നമ്മളത് ലൂപ്പ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ ഭാവിയിൽ ഉറപ്പായിട്ടും പ്രശ്നങ്ങൾ വരും. വീണ്ടും പ്രശ്നങ്ങളുടെ ആക്കി വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇത് എക്സ്റ്റെൻഡ് ചെയ്ത് വർക്ക് എടുക്കുന്ന സമയത്താണെങ്കിലും അതുപോലെ തന്നെ റൂമുകളിലേക്ക് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത് റൂമുകൾ എടുക്കുകയാണെങ്കിലും നമുക്ക് പഴയ പൈപ്പിലൂടെ എക്സ്ട്രാ ഒരു വയറ് വലിച്ചാൽ കിട്ടുന്നില്ലെങ്കിൽ ഉറപ്പായിട്ടും നമുക്കത് മാറ്റിക്കളയേണ്ട ഒരു അത്യാവശ്യമാണ്. കാരണം പിന്നീട് പ്രോബ്ലം കാര്യങ്ങളൊക്കെ ഉറപ്പായിട്ടും വരും. അപ്പോൾ നമ്മൾ സാധാരണ വലിച്ചാൽ കിട്ടുന്നില്ലെങ്കിൽ നമ്മൾ റീവയറിങ് ചെയ്യില്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നത് ചില ട്രിഷന്മാർ ഏതെങ്കിലും ഒരു ഏരിയയിൽ നിന്ന് ലൂപ്പ് ചെയ്തിട്ടായിരിക്കും ഈ പറയുന്ന AC കാര്യങ്ങളൊക്കെ എടുക്കുക. അപ്പോൾ അത് ഓൾറെഡി ട്രിപ്പിങ് കാര്യങ്ങൾ എങ്ങനെയുണ്ടായിരുന്നോ അതുപോലെ തന്നെയായിരിക്കും ട്രിപ്പിങ് കാര്യങ്ങൾ ഭാവിയിൽ ഉണ്ടാകുന്നത്. പിന്നെ അത് മാത്രമല്ല ഓവർലോഡ് പ്രൊട്ടക്ഷൻ വരും. സെപ്പറേറ്റ് ACക്ക് കാര്യങ്ങൾക്കൊന്നും MCB താരങ്ങളൊന്നും കൊടുക്കാൻ പറ്റാത്തൊരു അവസ്ഥ വരും. ഇപ്പോൾ ഈ നിങ്ങൾ കാണുന്ന പോലെ തന്നെ ഒരു റൂം കണ്ടോ, ഈ റൂമിലേക്ക് നമ്മൾ സെപ്പറേറ്റ് പൈപ്പ് കൊണ്ടുവന്നിരിക്കുന്നതാണ്. എല്ലാം തന്നെ കൊണ്ടുവന്നിരിക്കുന്നത് DBയിലേക്ക് സെപ്പറേറ്റ് പൈപ്പുകൾ എല്ലാം 1 ഇഞ്ച് പൈപ്പുകളാണ് കൊണ്ടുവന്നിരിക്കുന്നത്. എല്ലാ റൂമുകളിലേക്കും അതുപോലെ തന്നെ ഹാളിലേക്കും കിച്ചണിലേക്കും എല്ലാം തന്നെ പവർ പ്ലഗ് കാര്യങ്ങളൊക്കെ മാറ്റം വന്നതുകൊണ്ട് നമ്മളവിടേക്ക് സെപ്പറേറ്റ് ഒരു 3 ഫേസ് DB വെച്ചു. ഇവിടെ ആദ്യം ഇരുന്നത് ഒരു സിംഗിൾ ഫേസ് DB ആണ്. ഇത് മാറ്റിയതിന് ശേഷം 3 ഫേസ് വെച്ചു. അതും 8 വേ DB ആണ് വെച്ചിരിക്കുന്നത്, 8 വേ DB. അപ്പോൾ അത്രയും വയറുകൾ കാര്യങ്ങളൊക്കെ കൊണ്ടുവരാൻ വേണ്ടി, സർക്യൂട്ട് കാര്യങ്ങൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് 25 mm പൈപ്പാണ് നമ്മൾ എല്ലാം കൊടുത്തിരിക്കുന്നത്. അതായത് സർക്യൂട്ട് കാര്യങ്ങൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് 25 mm പൈപ്പ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നു. അത് നേരെ പിന്നെ അത് കൂടാതെ തന്നെ ഏറ്റവും താഴെ നമ്മൾ 2 പൈപ്പ് കാണാൻ സാധിക്കും. ഈ 2 1 ഇഞ്ച് പൈപ്പ് 25 mm പൈപ്പ് നേരെ പോകുന്നത് നമ്മുടെ മീറ്റർ ബോക്സിലേക്കാണ്. മീറ്റർ ബോക്സിലേക്ക് നമ്മൾ 6 mm വയർ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളത് കൊടുത്തിരിക്കുന്നത്. അതിലൂടെ തന്നെയാണ് എർത്ത് റോഡ് നമുക്ക് പുറമെ 2 എർത്ത് റോഡ് അടിക്കാനുണ്ട്. അതിലൂടെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് 2 25 mm പൈപ്പ് നമ്മൾ DBയിൽ നിന്ന് മീറ്റർ ബോക്സിലേക്ക് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എവിടെയൊക്കെയാണോ സെപ്പറേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് MCBകൾ സെപ്പറേറ്റ് കൊടുത്ത്, കൂടുതൽ MCBകൾ വരുന്നത് കിച്ചണിൻ്റെ ഏരിയയിലാണ്. മോട്ടറിൻ്റെ കണക്ഷൻ അതുപോലെ തന്നെ പവർ പ്ലഗുകളെല്ലാം തന്നെ വരുന്നുണ്ട്. പിന്നെ റൂമുകളിലാണെങ്കിൽ നിങ്ങൾ നോക്കിയാൽ കാണാൻ സാധിക്കും ACയുടെ വരുന്നുണ്ട്. പിന്നെ ഹീറ്ററിനോട് സെപ്പറേറ്റ് വരുന്നുണ്ട്. പിന്നെ കോമൺ ആയിട്ട് വരുന്ന നമ്മുടെ റൂമിൻ്റെ ഒരു സർക്യൂട്ട്. അങ്ങനെ ടോട്ടലി വരുന്ന ഓരോ റൂമുകളിൽ 3 MCB എങ്കിലും നമ്മൾ സാധാരണ കൊടുക്കാറുണ്ട്. ഇനി അതല്ല, നമ്മൾ 2 MCBയിൽ വേണമെങ്കിൽ നമുക്ക് അറേഞ്ച് ചെയ്യാം. ACക്ക് വേണമെങ്കിൽ ഒരെണ്ണം, റൂമിൻ്റെ സർക്യൂട്ട് 2.5 വയർ വലിച്ചതിന് ശേഷം അത് തന്നെ നമുക്ക് ഹീറ്ററിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ 2 MCBയിൽ നമുക്ക് അറേഞ്ച് ചെയ്യാൻ സാധിക്കും. മാക്സിമം കൂടുതലും വരുന്നത് നമ്മൾ കിച്ചണിൻ്റെ ഏരിയ നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. വെള്ളം കാര്യങ്ങളെല്ലാം ഇറങ്ങിയതിന് ശേഷം ആ ഏരിയ തവിട്
തവിട് പൊടിയായി കിടക്കുകയാണ്. അപ്പോൾ നമ്മൾ പഴയ വയറുകളാണ് ഉപയോഗിക്കുന്നതെങ്കിൽ, പഴയ വയറിങ് തന്നെയാണ് എക്സ്റ്റെൻഡ് ചെയ്ത് ഉപയോഗിക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് ട്രിപ്പിങ് കാര്യങ്ങൾ ഉറപ്പായിരിക്കും. ഒരിക്കലും ആ വീട്ടിൽ നിന്ന് നമുക്ക് ഇലക്ട്രീഷ്യൻ ആരാണോ ആ വ്യക്തിക്ക് ആ വീട്ടിൽ നിന്ന് ഒരിക്കലും പോരാൻ പറ്റാത്തൊരവസ്ഥയായിരിക്കും. കാരണം വെച്ചാൽ എന്നും ട്രിപ്പിംഗ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെ വരുന്ന ഏരിയകളിൽ നമുക്ക് എന്തായാലും റീവയറിങ് വളരെ അത്യാവശ്യമാണ്. റീവയറിങ് മാത്രമല്ല, അതിൽ വയർ ഉപയോഗിച്ചിരിക്കുന്ന വയർ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും. ചെതൽ കാര്യങ്ങളൊക്കെ തിന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ആ വയർ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ അതുപോലെ തന്നെ പുതിയ വയറിട്ട് തന്നെ വലിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. പിന്നെ പുതിയ രീതിയിലേക്ക് ഹോബിൻ്റെ സിസ്റ്റം കൊടുത്തിരിക്കുന്നത്, അതായത് ചിമ്മിണി സിസ്റ്റത്തിന് വേണ്ടിയിട്ടും സെപ്പറേറ്റ് വയർ കാര്യങ്ങളൊക്കെ നമ്മൾ കൊണ്ടുവരുന്നുണ്ട്. പിന്നെ നമ്മളിവിടെ എല്ലാം ചെയ്തിരിക്കുന്നത് 4x4 PVC ജംഗ്ഷൻ വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ എത്ര വർഷം കഴിഞ്ഞാലും നമുക്ക് പിന്നീട് ഒരു വയർ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും റൂമിലോ AC കാര്യങ്ങളൊക്കെ സെപ്പറേറ്റ് വെക്കണമെങ്കിലോ, പിന്നീട് റൂം എക്സ്റ്റെൻഡ് ചെയ്തെടുത്ത് ഒരു AC കാര്യങ്ങളൊക്കെ വെക്കണമെങ്കിലോ നമുക്ക് അതിലൂടെ വലിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ പറയുന്ന 4x4 PVC ബോക്സുകൾ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അത് എന്ന് വേണമെങ്കിലും അഴിച്ചിട്ട് നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് അതിലൂടെ വയർ വലിച്ച് സിമ്പിളായിട്ട് എടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ പൈപ്പുകളുടെ എണ്ണം മാക്സിമം കൂട്ടിയിടുകയാണെങ്കിൽ ഇൻഡക്ഷൻ മൂലമുള്ള വയർ ടൈറ്റായിട്ട് ഇൻഡക്ഷൻ മൂലമുള്ള കറണ്ട് നമുക്ക് മാക്സിമം ഒഴിവാക്കാൻ സാധിക്കും. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഒന്നല്ലെങ്കിൽ നമുക്ക് AC-യുടെ എണ്ണം കൂടുതൽ വരുന്ന അവസ്ഥയിലും, അല്ലെങ്കിൽ നമുക്ക് വയറുകളെല്ലാം നഷ്ടപ്പെട്ട അവസ്ഥയിലും, അതുപോലെ തന്നെ ചെതൽ കാര്യങ്ങളൊക്കെ തിന്നുപോയ അവസ്ഥയിലും, പിന്നെ അത് മാത്രമല്ല ട്രിപ്പിംഗ് ഒരിക്കലും നിൽക്കാത്തൊരവസ്ഥ, വയറുകളെല്ലാം തന്നെ ചെതലരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഷോർട്ടാവുന്ന അവസ്ഥ, ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് റീവയറിങ് തന്നെ നമുക്ക് ചെയ്യേണ്ടതായിട്ട് അത്യാവശ്യമായിട്ട് വരും. കാരണം നമ്മൾ അതിൽ ഒരു മെയിൻ്റനൻസ് കൊണ്ടുപോയി കഴിഞ്ഞാൽ മെയിൻ്റനൻസിന് മാത്രമേ നേരം ഉണ്ടാവുള്ളൂ. പിന്നീട് നമ്മൾ ആ വീട്ടിൽ എന്ന് ചെന്നാലും കംപ്ലയിൻസുകളായിരിക്കും. അപ്പോൾ അതുകൊണ്ട് മാത്രമല്ല, ഈ കംപ്ലയിൻറ്റ് ഉള്ളത് കൊണ്ട് തന്നെ ഭിത്തിയിൽ കാര്യങ്ങൾക്കൊക്കെ ചെറിയ ഷോക്കും കാര്യങ്ങളൊക്കെ വരാനുള്ള ചാൻസസ് ഉണ്ട്. കാരണം വയറിൻ്റെ സ്ലീവ് കാര്യങ്ങളൊക്കെ ഉള്ളിൽ പോയി പൈപ്പിൻ്റെ ഉള്ളിൽ പോയി പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള ചാൻസസ് ഉണ്ട്. ഇതെല്ലാം ഒഴിവാക്കാനായിട്ട് നല്ല രീതിയിൽ പുതിയ രീതിയിൽ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് വർക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു ആളുകളാണെങ്കിൽ, പാർട്ടീസ് ആണെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് ഒരു റീവയറിങ് തന്നെയാണ് ഏറ്റവും ഉത്തമം. പിന്നീട് നമ്മളൊരു 10-25 വർഷത്തേക്ക് തിരിഞ്ഞു നോക്കാത്ത രീതിയിൽ തന്നെ നമുക്ക് എന്തായാലും നമുക്ക് നല്ല കംപ്ലയിൻറ്റും കാര്യങ്ങളും ഒന്നും ഇല്ലാത്ത രീതിയിൽ നമുക്ക് ഗ്യാരണ്ടിയോടുകൂടി തന്നെ നമുക്ക് ചെയ്തു കൊടുക്കാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്. അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും മടിക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്തേക്കുക. നിങ്ങൾ ലൈക്ക് ചെയ്തതനുസരിച്ചിട്ടായിരിക്കും ഇത് ഉപകാരപ്പെടുന്ന ആളുകളിലേക്ക് മാക്സിമം എത്തിച്ചേരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്തേക്കുക. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.